മക്കളെ നമ്മൾ കീം 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. നമുക്കറിയാം പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അറേഞ്ച്മെൻറ്റ്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ. അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? ഫാക്ടോറിയൽ കോൺസെപ്റ്റ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, പിന്നെ NPRൻ്റെ കോൺസെപ്റ്റ്, NCRൻ്റെ കോൺസെപ്റ്റ്. റെഡി? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എക്സ്ട്രാ കണ്ടന്റ് ഒന്നും കീം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ. ബോർഡ് എക്സാം നിങ്ങൾ നന്നായിട്ട് നോക്കി NCERT സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾക്ക് എന്തായാലും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലേക്ക്, ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ കീമിൽ 2025 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 7000 യൂസിങ് 2, 4, 6, 7, 8 വിത്തൗട്ട് റിപ്പീറ്റേഷൻ ഈസ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 7000 എത്ര നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഉണ്ട്, ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7000ൻ്റെ മുകളിലുള്ള നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ 10,000ൻ്റെ മുകളിലുള്ള നമ്പേഴ്സ് വരുമ്പോഴും, അതായത് 10,000ൻ്റെ മുകളിലുള്ള നമ്പേഴ്സൊക്കെ എന്താ? 5 ഡിജിറ്റ് ആണ്. ഈ 4 ഡിജിറ്റും യൂസ് ചെയ്യുക, 5 ഡിജിറ്റ് ഇവിടെ ഉള്ളതുകൊണ്ടേ ഈ 5 ഡിജിറ്റ് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7000ൻ്റെ മുകളിലുള്ള നമ്പേഴ്സ് ഒന്നുകിൽ 4 ഡിജിറ്റ് ആവാം, അല്ലെങ്കിൽ 5 ഡിജിറ്റ് ആവാം. 4 ഡിജിറ്റ് ആവുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 7000-നേക്കാളും മുകളിലാവണം. 7000-നേക്കാൾ മുകളിലാവുന്ന സമയത്ത് ഈ ഒരു ഡിജിറ്റിലെ ഫസ്റ്റ് ഡിജിറ്റിൽ റെസ്ട്രിക്ഷൻ വരും. അവിടെ ഒന്നുകിൽ 7ഓ അല്ലെങ്കിൽ 8ഓ മാത്രമേ വരുള്ളൂ. എവിടെയാണോ റെസ്ട്രിക്ഷൻ ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും? 2 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ 7നെയോ അല്ലെങ്കിൽ 8നെയോ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ടോട്ടലി 5 നമ്പേഴ്സ് ഉണ്ട്. ഈ 5 നമ്പേഴ്സിൽ നിന്ന് ഒരാൾ ഞാൻ ഇവിടെ ഫില്ല് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ എത്ര നമ്പേഴ്സാണ്? 4 നമ്പേഴ്സ്. പിന്നെ എത്ര നമ്പേഴ്സാണ്? പിന്നെ 3 നമ്പേഴ്സ്. ഇവിടെ ഒരാൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 നമ്പേഴ്സ് അല്ലേ കയ്യിലുണ്ടാവുള്ളൂ. ഇവിടെ 2 വൈസിൽ ഫില്ല് ചെയ്യാം. ഇനി 5 ഡിജിറ്റ് നമ്പേഴ്സിൽ ഈ കൂട്ടത്തിൽ 0 ഒന്നും ഇല്ലാത്തതുകൊണ്ട്, 0 ഉണ്ടെങ്കിൽ ഇവിടെ 0 ആകാൻ പാടില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ 0 ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 5 നമ്പേഴ്സും ഉണ്ട്, 5 അവർക്കുള്ള സീറ്റുകളുണ്ട്. ആൾക്കാരുടെ എണ്ണം, സീറ്റിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ അല്ലേ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ വൈസിൽ അറേഞ്ച് ചെയ്യാം. നമുക്കറിയാം ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 7000, വിച്ച് ഈസ് 2 × 4 × 3 × 2 പ്ലസ് ഇതെന്താ? 5 ഫാക്ടോറിയൽ. ഇവിടെ 2 × 4 എത്ര വരിക? 8. 8 × 6, 8 × 6 എന്ന് പറയുമ്പോൾ 48 ആണ്. പ്ലസ് 5 ഫാക്ടോറിൻ്റെ വാല്യൂ 120 ആണ്. ആൻസർ ബിക്കം 168. 168 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് സാധാരണ നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് NP5 = 42 × NP3. NP5 = 42 × NP3. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ കാണണം. എടാ NP5ൻ്റെ മീനിങ് എന്താ? N നിന്ന് സ്റ്റാർട്ട് ചെയ്യുക 5 ടേം താഴേക്ക് എന്നല്ലേ. അപ്പോൾ N × N - 1 × N - 2 × N - 3 × N - 4 which is equal to 42 × NP3യുടെ മീനിങ് എന്താ? N നിന്ന് സ്റ്റാർട്ട് ചെയ്യുക 3 ടേം താഴേക്ക്, N × N - 1 × N - 2. ഇപ്പോൾ 2 സൈഡിലും ആര് കോമൺ ആണ്? N × N - 1 × N - 2കൾ കോമൺ ആണ്. അവർ തമ്മിൽ വെട്ടി അങ്ങ് കളയാം. അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാവുന്നത് ഏതാ? N - 3 × N - 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ 42. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ NPR ആയിക്കോട്ടെ, NCR ആയിക്കോട്ടെ, അതൊക്കെ ഫാക്ടോറിയലുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് അല്ലേ. N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ എന്നൊക്കെ അല്ലേ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ NPRൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാക്ടോറിയൽ കോൺസെപ്റ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ഓൾ നമ്പേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ N - 3 N - 4 ഒക്കെ ഓൾ നമ്പേഴ്സ് ആണെന്ന് അറിയാം. ഇത് രണ്ടും അടുത്തടുത്ത ഓൾ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അടുത്തടുത്ത നമ്പേഴ്സ് ആയതുകൊണ്ടേ ഏത് അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് 42 നോക്കുക. അതായത് 6 × 7 അല്ലടാ 42. ഇനി കറസ്പോണ്ടിങ് ടേംസിന് ഇക്വേറ്റ് ചെയ്താൽ മതി. എന്താ ഈ കറസ്പോണ്ടിങ് ടേംസ് എന്ന് പറഞ്ഞാൽ? വലിയവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, ചെറിയവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എടാ ഈ രണ്ടെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ വലുത് ഏതാ? N - 3 ആ. ഈ 6ൻ്റെയും 7ൻ്റെയും കൂട്ടത്തിൽ വലുത് 7 അല്ലേ.
അതുകൊണ്ട് ഞാൻ n-3യെയും 7നെയും ഇക്വേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു എന്ത് വരും? 10 വരും. ഇനി ചെറിയവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്താലും ആൻസർ സെയിം തന്നെ കിട്ടുക. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് n ഈക്വൽ ടു 10. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ PYQs ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി, നമ്മൾ വീഡിയോയിലേ ജസ്റ്റ് ഈ പ്രോബ്ലം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഒന്ന് അടിച്ച് മിന്നി നോക്കുക. നിങ്ങൾ ചെയ്ത സെയിം ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എങ്ങനെയാണ്? ഓരോ ക്വസ്റ്റ്യൻസ് കൊടുക്കുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. മറ്റേത് എപ്പോഴും നമുക്ക് പ്രോബ്ലമാറ്റിക് സ്കില്ല് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും, പ്രോബ്ലം ചെയ്യുന്ന ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നേരെ മറിച്ച് പിന്നെ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റക്ക് ആവും. അതുകൊണ്ട് ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി, ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക, പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് വീഡിയോ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കുക സെയിം ആൻസർ ആണോ കിട്ടുന്നതെന്ന്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് കാണേണ്ട ആവശ്യമില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. അഥവാ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കാണാം. ആ രീതിയിൽ വേണം കേട്ടോ എല്ലാതും ഫോളോ ചെയ്യാൻ. ഏതായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. NPR is equal to 11PR is equal to 7920. then the value of R എന്താണെന്നാണ്. എടാ നമ്മൾ 11P2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 11 സ്റ്റാർട്ട് ചെയ്യുക, 2 ടേം താഴേക്കുന്ന. പക്ഷെ ഇവിടെ ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 11 സ്റ്റാർട്ട് ചെയ്യുക, എത്ര ടേംസ് താഴേക്ക് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് 11 തുടങ്ങി, പിന്നെ ഇനി 2 ടേമാണ് താഴേക്ക് എഴുതിക്കോ, 11 × 10 ഇൻറ്റു അങ്ങനെ പോകൂലേ, പിന്നെ 9 അങ്ങനെ പോകും. അപ്പോൾ എത്ര ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്താലാണ് 7920 കിട്ടുന്നുണ്ട് നോക്കിയാൽ മതി. അപ്പോൾ 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു അങ്ങനെ പോകുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ പോകും. ഇപ്പുറത്ത് എന്താ ഉള്ളത്? 7920. ഞാനിവിടെ സിംപ്ലിഫിക്കേഷൻ, ഇവിടെ കുറച്ച് നമ്പേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ലോജിക്ക് പറഞ്ഞുതരാം. ഇവിടെ തമ്മിൽ കട്ടാക്കുമ്പോൾ ഈ 10ഉം 0യും തമ്മിൽ കട്ടായി. ഈ 11ഉം 792 തമ്മിൽ പോകുമ്പോൾ 7ൽ പോകില്ല, 79ൽ 11 എത്ര പ്രാവശ്യം പോകും? 7 ടൈംസ് പോകും, 77 പോകും. അവിടെ റിമൈൻഡർ എത്ര ഉണ്ടാവും? റിമൈൻഡർ 2 ഉണ്ടാവും. പിന്നെ 22ലോ 2 പ്രാവശ്യം പോകും. പിന്നെ ഇവിടെ 9 ഉള്ളത്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഒരു ആളെയും കൂടി അടിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 9 × 8 അല്ലേ? 9 × 8 അല്ലടാ 72. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് മനസ്സിലായി? 11 തുടങ്ങുക, എത്ര ടേമാണ് താഴേക്ക്? 4 ടേമാണ് താഴേക്ക്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആറിൻ്റെ വാല്യൂ ഇവിടെ 4 ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8/4 is equal to 7P4 which is equal to എന്താണ്? ഇതൊക്കെ NPRൻ്റെ രൂപത്തിലാണ്. പിന്നെ ഒന്ന് മാത്രം NCRൻ്റെ രൂപത്തിൽ, 2 മാത്രം NCRൻ്റെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് ഉദ്ദേശം. 8/4 ഇൻറ്റു 7P4. നോക്കടാ, ഈ 8/4 ഇൻറ്റു ഈ 7P4ൻ്റെ മീനിങ് എന്താ? 7 സ്റ്റാർട്ട് ചെയ്യുക, 4 ടേം താഴേക്ക് എന്നല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് വരും. റെഡി? ഇവിടെ ഈ 4കൾ തമ്മിൽ ഞാൻ കട്ടാക്കി കളഞ്ഞു. അപ്പോൾ അതെങ്ങനെയുള്ളത്? 8 സ്റ്റാർട്ട് ചെയ്യുക, 4 ടേം താഴേക്ക് എന്നല്ലേ? 8 സ്റ്റാർട്ട് ചെയ്ത് 4 ടേം താഴേക്കുള്ളതിന് നമുക്ക് 8P4 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് 8P4. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ദിവസം അല്ലേ? The number of arrangements of the letters of the word independent such that first letter I and the last letter P. Ready? Independenceൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2, 4, 6, 8, 10, 12 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലെറ്റർ ഐയും ലാസ്റ്റ് ലെറ്റർ പിയും ആണെങ്കിൽ ഐൻ്റെയും പിൻ്റെയും ഇടയിൽ 10 ലെറ്റേഴ്സ് ഉണ്ടാവില്ലേ? 2, 4, 6, 8, 10 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. റെഡി? അപ്പോൾ ഇവിടെ ഐനെയും പീനെയും ഞാൻ എടുത്തു, ഐനെയും പീനെയും ഞാൻ എടുത്തു. ബാക്കിയുള്ള ലെറ്റേഴ്സിന് എന്ത് ചെയ്യണം? ഈ 10 സീറ്റിലേക്ക് ബാക്കി 10 ആൾക്കാരെ അറേഞ്ച് ചെയ്യണം. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ആൾക്കാരുടെ എണ്ണം സീറ്റിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് 10 ഫാക്ടോറിയലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ റിപ്പീറ്റേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ നോക്ക്, n എത്ര പ്രാവശ്യം ഉണ്ട് ഇവിടെ? n 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ബൈ 2 ഫാക്ടോറിയൽ. ഇനി വേറെ ആരാ ഉള്ളത്? ഡി 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ബൈ അഗെയിൻ 2 ഫാക്ടോറിയൽ. ഇനി അടുത്തത് എന്താ? ഈ
3 പ്രാവശ്യമുണ്ട്, സോറി 4 പ്രാവശ്യമുണ്ട് ഈ ബൈ 4 ഫാക്ടോറിയൽ. ഇനി ആരാ ഉള്ളത്? ഇനി റിപ്പീറ്റ് ചെയ്യുന്നത് ആരാ? n 3 പ്രാവശ്യം ഉണ്ടല്ലോ അല്ലേ, n 3 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ഇവിടെ ബൈ 3 ഫാക്ടോറിയലാണ് വരേണ്ടത്, 3 പ്രാവശ്യം. ഇനി ആരാ ഉള്ളത്? ഇനി ആരുമില്ലല്ലോ. dn c ഒരു പ്രാവശ്യമുള്ളൂ, പിന്നെ ആരും റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇല്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഫിസിക്കൽ 2 നമുക്ക് തന്നെ എന്തായി, പിന്നെ 7 9. അപ്പോൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയലാണ് ഡിവൈഡഡ് ബൈ ഈ 3 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 6 ആണ്, 2 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 2 ആണ്. ഇവിടെ 4 ഫാക്ടോറിയലിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഈ 4 ഫാക്ടോറിയൽ തമ്മിൽ കട്ടായിപ്പോയി. ഇനി ഈ 6ഉം 6ഉം തമ്മിൽ കട്ടായി. ഇവിടുത്തെ ഈ 2ഉം 8ഉം തമ്മിൽ പോയാൽ 4 ആകും. ബാക്കിയുള്ളവർ തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ 4 ഇൻറ്റു 5 അതെത്ര 20 ആണ്. അപ്പോൾ 9 ഇൻറ്റു 7 9 ഇൻറ്റു 7 63, 63 ഇൻറ്റു 20 എത്ര? 63യുടെ ഇരട്ടി 126, 1260. പിന്നെ ഇൻറ്റു 10ഉം കൂടി വന്നാൽ 12,600 എന്ന് വരും. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഡി ആണ് കേട്ടോ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽഫ സിക്കൽ NCR, ബീറ്റ സിക്കൽ NCR -1, ദെൻ 1 പ്ലസ് ആൽഫ ബൈ ബീറ്റ. 1 പ്ലസ് ആൽഫ ബൈ ബീറ്റയുടെ വാല്യൂ കാണണം. നോക്കടാ, 1 പ്ലസ്, ഇവിടെ ആൽഫ എന്ന് പറയുമ്പോൾ NCR ആണ്, ബീറ്റ എന്ന് പറയുമ്പോൾ NCR -1 ആണ്. എടാ നിങ്ങൾ എപ്പോഴും പെർമ്യൂട്ടേഷനിൽ NCERT-യിൽ നമ്മൾ സാധാരണ പഠിക്കുന്ന 2 പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട 2 റിസൾട്ടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യണം. ഒന്ന് NCR ഡിവൈഡഡ് ബൈ NCR -1 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് ഓഫ് r -1 ബൈ r എന്നൊരു ഫോർമുല ഉണ്ട്. ഇതേപോലെ NCR പ്ലസ് NCR -1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1 CR എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. ഈ 2 ഫോർമുലാസും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബോർഡ് എക്സാമിന് ഇത് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്നത് കൊണ്ട് ഈ 2 ഫോർമുല എല്ലാവരും ബൈഹാർട്ട് ചെയ്യാം. ഇതിൽ ഈ ഒന്നാമത്തെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളത്. NCR ബൈ NCR -1 നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് n മൈനസ് ഓഫ് r -1 ബൈ r എന്ന് എഴുതാം. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ r ഇൻറ്റു 1 എന്താ 6 പ്ലസ് n, ഈ മൈനസ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ -r പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ r എന്ന് വരൂലേ. ഇവിടെ ഈ പ്ലസ് ആറും മൈനസ് ആറും കട്ടാവും. ദെൻ ഫൈനലി ആൻസർ ബിക്കം n പ്ലസ് 1 ഡിവൈഡഡ് ബൈ r. n പ്ലസ് 1 ഡിവൈഡഡ് ബൈ r. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് S be the set of 5-digit numbers having only the digits 0 and 1, then n of s. 0യും 1ഉം മാത്രം വെച്ചിട്ടുള്ള 5-digit numbers ആണ്. 5-digit നമ്പറിൻ്റെ പ്രത്യേകത എന്താ? 5 ഡിജിറ്റ് ഉണ്ടാവും, വേറെ പ്രത്യേകത ഒന്നും ഇല്ലല്ലോ. 1 2 3 4 5. പിന്നെ ഒരു പ്രശ്നമുണ്ട്, 0യും 1ഉം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് പ്ലേസിൽ ഒരിക്കലും 0 വന്നാൽ അതൊരു 5-digit നമ്പർ ആവില്ല. അതുകൊണ്ട് 0യും 1ഉം മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഫസ്റ്റ് ഡിജിറ്റ് 1 ആകണം. അപ്പോൾ അവിടേക്ക് വേറെ നമ്പറിന് ചൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇനി ബാക്കിയുള്ള സ്ഥലത്തോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 0യും ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ 1ഉം ഫില്ല് ചെയ്യാം. 2 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇവിടെയും 2 രീതിയിൽ ഫില്ല് ചെയ്യാം. 0നെയോ അല്ലെങ്കിൽ 1നെയോ ഫില്ല് ചെയ്യാം. ഇവിടെയും 2 രീതിയിൽ ഫില്ല് ചെയ്യാം, ഇവിടെയും 2 രീതിയിൽ ഫില്ല് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി 5-digit numbers can be formed? 2 into 2 into 2 into 2. ആൻസർ എന്താ? 2⁴, which is equal to 16 എന്നാ വരാം. which is ഓപ്ഷൻ എ is the right answer. ഈസി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് A is equal to 0 2 4 6 8. Number of 5-digit numbers that can be formed using the digits in A without repetition. എത്ര 5-digit നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ 5-digit നമ്പറിൻ്റെ പ്രത്യേകത എന്താ? 5 ഡിജിറ്റ് ഉണ്ടാവും. പിന്നെയോ നമ്മൾ ഏത് നമ്പേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്? വിത്തൗട്ട് റിപ്പീറ്റേഷൻ തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കുന്ന നമ്പേഴ്സ് 0 മുതൽ 0 2 4 6 8 എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്.
ഫസ്റ്റ് ഈ കൂട്ടത്തിൽ 0 ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഡിജിറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 0 വരാൻ പാടില്ല. ഇവിടെ ഒരിക്കലും 0 വരില്ല. അപ്പോൾ നോട്ട് 0, ഇവിടെ നോൺ 0 നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഇവിടെ എനിക്ക് 4 നമ്പേഴ്സ് ഉണ്ട്, 4 രീതിയിൽ ഫില്ല് ചെയ്യാം. എപ്പോഴും റെസ്ട്രിക്ഷൻ ഉള്ളിടത്തു നിന്നാണ് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ 5 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ ഇവിടെ ഫില്ല് ചെയ്താൽ പിന്നെ എൻ്റെ കയ്യിൽ 4 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 വേസിൽ ഫില്ല് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ 3 എണ്ണേ ഉണ്ടാവുള്ളൂ, 3 വേസിൽ ഫില്ല് ചെയ്യാം. പിന്നെ 2 എണ്ണേ ഉണ്ടാവുള്ളൂ, പിന്നെ ലാസ്റ്റ് 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൗ മെനി 5 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ്? 4 × 4 × 3 × 2 × 1 ചെയ്യുമ്പോൾ ഈ 4 × 3 × 2 × 1 എന്ന് പറയുമ്പോൾ 24 ആണ്. 24 × 4 എന്ന് പറയുമ്പോൾ 96 അല്ലടാ വരിക. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 96 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 digit numbers is formed using the digits 0, 1, 2, 3, 4 and 5 without repetition. Number of 5 digit numbers which are divisible by 10. അപ്പോൾ 5 digit number ആണ് ഫോം ചെയ്യേണ്ടത്. പക്ഷെ എന്താ, which are divisible by 10. which are divisible by 10 എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 10 ആവണം. എടാ മൾട്ടിപ്പിൾ ഓഫ് 10 ആയ എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രത്യേകത എന്താ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 0 ആണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അവനെ ഫിക്സ് ആക്കി. അപ്പോൾ ഇനി കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 0നെ യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 2, 4, 5. 5 നമ്പേഴ്സിനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫില്ല് ചെയ്യാം. 5 നമ്പേഴ്സും ഉണ്ട്, 4 സീറ്റും ഉണ്ട്. എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? അങ്ങനെ ചിന്തിക്കട്ടോ. 5 നമ്പേഴ്സും ഉണ്ട്, 4 സീറ്റും ഉണ്ട്. 5p4 വേസിൽ ഫില്ല് ചെയ്യാം. പെർമ്യൂട്ടേഷൻസ് ഓഫ് 5 ഡിഫറെൻറ്റ് തിങ്സ് ടേക്കിംഗ് 4 at a time. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? 5 × 4 × 3 × 2. 5 എന്ന് തുടങ്ങാം, 4 ടേം താഴേക്ക്. അതിൻ്റെ ആൻസർ എന്താ? 120 എന്ന് കിട്ടും. റെഡി? അത് 5 ഫാക്ടോറിയലിനോട് ഈക്വൽ ആണ്. 5p4 എന്ന് പറഞ്ഞാലും 5p5 എന്ന് പറഞ്ഞാലും എന്താണ്? അത് 5 ഫാക്ടോറിയലിനോട് ഈക്വൽ ആയിരിക്കും. 120 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഇനി ഇതിനെ പകരമാണെങ്കിൽ 5, ഇവിടെ 4, 3, 2 അങ്ങനെയും കൊടുക്കാം. രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 digit numbers are formed using 0, 3, 4, 5, 9, 8 without repetitions. Then the number of such 4 digit numbers is. എത്ര 4 digit നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്നു? സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. പക്ഷേ 4 digit ഉണ്ടാക്കുമ്പോൾ എന്താണ് പ്രത്യേകത? ഈ ഫസ്റ്റ് പ്ലേസിൽ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2, 4, 6 നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് 0നെ ഒഴിവാക്കിയാൽ 5 നമ്പേഴ്സ് ഉള്ളൂ. ഇവിടെ 5 വേസിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇവിടെ ശരിക്കും 6 നമ്പേഴ്സ് ഉണ്ട്. ഈ കൂട്ടത്തിലുള്ള ഒരാളവിടെ ഫില്ല് ചെയ്താൽ പിന്നെ എൻ്റെ കയ്യിൽ 5 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 5 വേസിൽ ഫില്ല് ചെയ്യാം. പിന്നെ നിൻ്റെ കയ്യിൽ 4 എണ്ണേ ഉണ്ടാവുള്ളൂ 4 വേസിൽ. പിന്നെ 3 എണ്ണേ ഉണ്ടാവുള്ളൂ 3 വേസിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ്? 5 × 5 × 4 × 3 എന്ന് പറഞ്ഞാൽ 5 × 5 25 ആണ്. 25 × 4 100 ആണ്. 100 × 3 എത്ര? 300 എന്നാണ് ആൻസർ കിട്ടുക. 300. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. എ ബാഗ് കണ്ടെയ്ൻസ് 5 റെഡ് ബോൾസ്, 4 ബ്ലാക്ക് ബോൾസ്, 3 വൈറ്റ് ബോൾസ്. ഇതാണ് ഒരു ബാഗിൻ്റെ അവസ്ഥ. Then the number of ways of selecting 3 balls at random contains at least 1 white ball. എന്താ പറയുന്നത്? നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 balls at random. 3 balls എടുക്കണം. കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 white ball. മിനിമം ഒരു വൈറ്റ് ബോൾ ഉണ്ടാവണമെന്ന്. മാക്സിമം എത്ര ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈറ്റ് ബോൾ വൈറ്റ് അല്ലാത്ത ബോൾ എന്ന് ചിന്തിച്ചാൽ മതി. അതായത് പിന്നെ ഈ ബോക്സ് കൺസിഡർ ചെയ്യുമ്പോഴേ ഇങ്ങനെ പറയുന്നതിന് പകരം വൈറ്റിനെ കുറിച്ചല്ലേ ചർച്ച. അപ്പോൾ 3 വൈറ്റ് ബോള്, ബാക്കി എത്ര? ബാക്കി 5 റെഡും 4 ബ്ലാക്ക് ആകുമ്പോൾ 9 വൈറ്റ് അല്ലാത്ത ബോൾ, നോൺ വൈറ്റ് ബോൾ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 3 എണ്ണം എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് ആവണമെങ്കിൽ എങ്ങനെയൊക്കെ ആവാം? ഒരു വൈറ്റ് ബോൾ ആൻഡ് 2 നോൺ വൈറ്റ് ബോൾ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഓർ 2 വൈറ്റ് ബോളും 1 നോൺ വൈറ്റ് ബോളും, അല്ലെങ്കിലോ 3 ബോളും വൈറ്റ് ബോൾ. ഇങ്ങനെ 3 രീതിയിൽ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എഴുതുമ്പോൾ സെലക്ഷൻ ഓഫ് 1 വൈറ്റ് ബോൾ ഫ്രം 3 വൈറ്റ് ബോൾ എന്താ? 3C1. ആൻഡ് സെലക്ഷൻ ഓഫ് 2 നോൺ വൈറ്റ് ഫ്രം 9 നോൺ വൈറ്റ് 9C2. ഓർ മീൻസ് പ്ലസ് സെലക്ഷൻ ഓഫ് 2 വൈറ്റ് ഫ്രം 3 വൈറ്റ് 3C2. ആൻഡ് സെലക്ഷൻ ഓഫ് 1 നോൺ വൈറ്റ് ഫ്രം 9 നോൺ വൈറ്റ് 9C1. Or means plus selection of 3 white from 3 white
3C3 which is equal to 3C1ൻ്റെ വാല്യൂ എന്താ 3 ആണ്. 9C2 എന്ന് പറയുമ്പോൾ 9 × 8/1 × 2 9 × 8/1 × 2 എന്ന് പറയുമ്പോൾ 36 ആണ്. 3 × 36 പ്ലസ് 3C2 എന്നുള്ളത് 3C1നോട് ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 3 ആണ്. 9C1 എന്താ അത് 9 പ്ലസ് 3C3 എന്ന് പറഞ്ഞാൽ അത് 1 എന്ന് വരും. 3 × 36 എത്ര 108 അല്ലേ. 108ഉം 3 × 9 27 പ്ലസ് 1 എത്ര വരും 28 116 126 136 അല്ലേ വരാ 136. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇഫ് 4 coins are tossed, then the number of possible ways of getting 2 or more heads. 2 or more heads അല്ലേ, 2 അതിലധികം ഹെഡ് കിട്ടണം. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കിയാൽ മതി. 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്താവും 2⁴ ഔട്ട്കംസ്, അതായത് 16 ഐറ്റംസ് ഉണ്ടാവും. അതിൽ 2 or 3 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാം 3 ഹെഡ്സ് വരുന്ന എത്ര കേസാണ്, ഒരു കേസ് ഇത്. ഇനി എന്ത് ചെയ്യുക 2 ഹെഡ്സ് വരുന്നോ, 2 ഹെഡ്സ് വരുന്ന കേസുകൾ, ഇത് 3 ഹെഡ്സ് വരുന്ന കേസ്. ഞാൻ വേണമെങ്കിൽ 2 ഹെഡ്സ് ആദ്യം എഴുതാം. 2 ഹെഡ്സ് വരുന്ന എത്ര കേസ് ഉണ്ട്, HHTT ഇതാണ് ഒരു കേസ്. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടാവും, HT എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇതിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. ഇതിന് എത്ര രീതിയിൽ 2 ഹെഡ്സ് വരുന്ന ആൾക്കാർ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ 4 ആൾക്കാരുണ്ട്, 4 അതിൽ 2 Hകൾ ഐഡൻറ്റിക്കലാണ്, 2 Tകളും ഐഡൻറ്റിക്കലാണ്, ഈ രീതിയിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 എന്ന് പറയുമ്പോൾ എന്താ 24/2 × 2 ആൻസർ 6 എന്ന് കിട്ടൂലേ. ഇനി 3 ഹെഡുള്ള എത്ര കേസ് ഉണ്ട് നോക്കാം. 3 ഹെഡ്സ് HT എന്നാണ് വരിക. എത്ര ആൾക്കാരുണ്ടാവും 4 ഇവിടെ 3 ഹെഡുകളാണ് ഐഡൻറ്റിക്കൽ, അപ്പോൾ അത് 4 ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ സച്ച് അറേഞ്ച്മെൻറ്റ്സ് ആർ പോസിബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 6ഉം ഇവിടെ 4ഉം ആൻസർ 10 എന്നാണ് വരിക. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത് ദ വാല്യൂ ഓഫ് 5CR/6CR when numerator and denominator takes their greatest value. അത് ഗ്രേറ്റസ്റ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു ലോജിക്ക് ഉണ്ട്. ഗ്രേറ്റസ്റ്റ് കോയിഫിഷ്യൻ്റ് അത് ബൈനോമിയൽ തിയറത്തിലുള്ളൊരു കോൺസെപ്റ്റാണ്. ഗ്രേറ്റസ്റ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു ലോജിക്ക്. അതായത് നമ്മൾ 1 + x ഹോൾ റേസ്റ്റ് തന്നെ ഇല്ലേ, NC0 + NC1x + NC2x² + NCnx അല്ലേ. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻസ് എന്താ, NC0 കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ NC0 NC1 NC2 NCn ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ 10C0 10C1 അങ്ങനെ എടുത്തു എഴുതിക്കോ. 10C0 10C1 അങ്ങനെ പോയി 10C9 10C10 ഇങ്ങനെ എടുത്തു. എങ്ങനെയായിരിക്കും 10C0 1 ആണ്, ഇത് 10C1 10 ആണ്, 10C2 കുറച്ചും കൂടി വലുതാവും. അപ്പോൾ ആദ്യം 10C0 10C1 കുറച്ചും കൂടി വലുതായി, 10C2 വീണ്ടും വലുതായി, 10C3 വീണ്ടും വലുതായി, അങ്ങനെ വരിക. പക്ഷേ ലാസ്റ്റുള്ള 10C10 എന്താ, അത് 1 അല്ലേ. അതായത് 10C ഇതിങ്ങനെ വലുതായി പോയി, പിന്നെ ലാസ്റ്റ് 1 ആയി എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ വലുതായി പോയി പിന്നെ ഇങ്ങനെ ചെറുതായി പോകുന്നുണ്ടാവും. അപ്പോൾ സംഭവിക്കണം എന്താ, ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഈക്വൽ ആയിരിക്കും. റെഡി. അതേപോലെ സെക്കൻഡ് ലാസ്റ്റ് ടേം ഈക്വൽ ആയിരിക്കും, തേർഡ് ലാസ്റ്റ് ടേം ഈക്വൽ ആയിരിക്കും. അങ്ങനെ പോയി ഏകദേശം നടുവിലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോഷ്യൻ്റ് കിട്ടുക. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഗ്രേറ്റസ്റ്റ് കോഷ്യൻ്റ് കിട്ടാനുള്ളൊരു ഫോർമുല, അത് ജസ്റ്റ് ആ ഫോർമുല ഉണ്ട് പഠിച്ചു വെച്ചാലും മതി. ഗ്രേറ്റസ്റ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ NCn/2 ആയിരിക്കും ഗ്രേറ്റസ്റ്റ് കോയിഫിഷ്യൻ്റ് ഇഫ് n ഈസ് ഈവൻ. നേരെ മറിച്ച് ഓടാണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും, NCn-1/2 എന്നും പറയും, അല്ലെങ്കിൽ NCn+1/2 എന്നും പറയും ഇഫ് n ഓടാണെങ്കിൽ. കാരണം അത് രണ്ടും സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് കോഷ്യൻ്റ് വരിക. അങ്ങനെ ഒരു ലോജിക്ക് പ്രകാരമാണ് എന്ത് ചെയ്യണത്, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ കിട്ടുന്നത്.
അപ്പോൾ ഇവിടെ 5CRൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാ? 5C0, 5C1 അപ് ടു 5C5 വരെ നോക്കിയാൽ അതിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്താ? ഈ 5 ഓടായതുകൊണ്ട് n-1/2, അതായത് 5 - 1/2 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും വരിക. അത് നിങ്ങൾ എന്തിച്ചാൽ മതി അറിയാം, ഓടാണോ ഈവൻ ആണോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഈവൻ ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് 6CR എന്താ? നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പൗതി എന്തിക്കുക, 6C3. അത് പിന്നെ ഓൾറെഡി അങ്ങനെ തന്നെയാണ്. ഇനി ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് 5CR ഇത് ഓടാണ്. അപ്പോൾ n-1/2 n+1/2 അങ്ങനെ ചിന്തിക്കണതിന് പകരം ഈ n/2 വേണമെങ്കിൽ ഇവിടെ ചിന്തിക്കാം. ഇവിടെ 5/2 എന്താ? 2.5. അപ്പോൾ 2.5ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളൂ അല്ലേ. 2 എടുത്താലും പറ്റും, 3 എടുത്താലും പറ്റും, രണ്ടും ശരി തന്നെ ആയിരിക്കും. ഞാൻ 5C2 എടുത്തു, അല്ലെങ്കിലോ 5C3. ഇതാണ് ഈ 2 ആണ് ശരിക്കും n-1/2, അതായത് 5 - 1/2 4/2 2 ആവും. ഈ 3 ആണ് ശരിക്കും n+1/2 5+1/2 ഉണ്ടോ 3 എന്നിട്ടു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 5CR/6CRൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂവിനെ കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഞാൻ ഒരു പേജും കൂടി എക്സ്ട്രാ എടുക്കാം. ഇവിടെ 5CR/6CR അല്ലേ, 5CR/6CR. 5CRൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ 5C2 ഇതിൻ്റെ വാല്യൂ 6C3. 5C2 എന്ന് പറയുമ്പോൾ 5 × 4 / 1 × 2 10 ആണ്. 6C3 എന്ന് പറയുമ്പോൾ 6 × 5 × 4 / 1 × 2 × 3. ഈ 1 × 2 × 3 6 തമ്മിൽ കട്ടായി പോയി. പിന്നെ ഇവിടുത്തെ 5ഉം 10ഉം തമ്മിൽ കട്ടായാൽ 2 ആവും. പിന്നെ 2/4 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? 1/2 എന്ന് വരും. 1/2. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ബി ആണ് കറക്റ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആകെ കീമിൻ്റെ PYQ ആയിട്ട് ചെയ്യാനുള്ളത്. ഇതോടുകൂടി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2025 ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. മക്കൾ, ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസിൻ്റെ PDF കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതായാലും നമുക്ക് ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.